എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ അടുത്ത എൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ടോപ്പിക് നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടു കാണും. എക്സ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഇമോഷൻസ് അല്ലെങ്കിൽ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് റീഡിംഗ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ റീഡിംഗ് എന്ന് നമുക്ക് നോക്കാം. എക്സ് പാർട്ട്ണറിൻ്റെ കറൻറ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ കറൻറ്റ് ഇമോഷൻസ് എന്താണ് നമ്മളുടെ ഏഞ്ചൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങൾ മനസ്സിലാക്കാതെ പോയ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി കാത്തിരിക്കുന്നുണ്ടോ? എന്താണ് എക്സ് പാർട്ട്ണറിൻ്റെ കറൻറ്റ് ഇമോഷൻസ് അല്ലെങ്കിൽ കറൻറ്റ് ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 കാർഡ്സ് ഞാൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ ബേസിസിലാണ് ഞാൻ ഇന്നത്തെ റീഡിംഗ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എക്സ് പാർട്ട്ണറുടെ കറൻറ്റ് ഫീലിങ്സ് എന്ന്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ടോയ് കാർഡ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ റീഡിംഗ് എടുക്കുന്നതിന് മുന്നേ എൻ്റെ മകൻ ഈ ഒരു ടോയ് ഇതിൻ്റെ അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തായാലും പൈൽ റീഡിംഗ് ആയിരുന്നു ഞാനൊന്ന് ഉദ്ദേശിച്ചത്. അതിനെനിക്ക് ഐറ്റംസ് വേണമായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ മകൻ ഒന്നും പറയാതെ അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോയ് കാറും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൈൽ ചൂസ് ചെയ്യാം. ഫസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ്, അല്ലെങ്കിൽ തേർഡ്. നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഫസ്റ്റത്തെ കാർഡ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി കുറച്ച് മൂഡിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യക്തി ആ ഇമോഷൻസ് ഇങ്ങനെ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എക്സ് പാർട്ട്ണർ ഒരുപാട് മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾക്ക് അയക്കുന്നുണ്ടാവാം. അതിനാലായിരിക്കും നിങ്ങൾക്കൊരു സംശയം, ഇത് ശരിക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ, അതും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ മെസ്സേജ് വരുന്നത്, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ടോക്സിക് ഫീലിംഗ് ചിലർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരുപാട് മെസ്സേജ് വരുന്നു, തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വല്ലാതെ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് സംശയം, ശരിക്കും ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു എൻകൗണ്ടർ വന്നത് എന്ന് തോന്നുന്നുണ്ടാവാം. ഈ വ്യക്തിയുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഓവർഫ്ലോ ചെയ്യുന്ന ഒരു ആളാണ്. ഹാർട്ട് ഓൺ ദ സ്ലീവ്സ് എന്നൊക്കെ പറയുന്ന മാതിരി പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് എല്ലാം കാണിക്കണം, പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എക്സ് പാർട്ട്ണർ. ഇപ്പോൾ വല്ലാത്ത ഒരു ഇമോഷണൽ ട്രോമയിലൂടെയാണ് നിങ്ങളുടെ എക്സ് പാർട്ട്ണർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമോഷൻസ് വല്ലാതെ കാണിക്കുന്നു, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒരുപാട് കാണിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മൂഡിയായിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് ഇനി സോൾ മെസ്സേജസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ഹാപ്പിനെസ് നിങ്ങളിലൂടെ ആണ് ആൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്രീഡം വേണം. ഈ ഒരു ഇതൊരു ബന്ധനമായിട്ടാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത്.
വല്ലാത്തൊരു പവറുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ നിങ്ങളിൽ എന്തും പറയാം. ചില വ്യക്തികൾ എപ്പോഴും നമ്മളോട് പറയും, എന്ത് ബിഹേവിയർ കാണിച്ചിട്ടും എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ആ ഫ്രീഡം ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളുടെ എക്സ് പാർട്ട്ണർ ഇപ്പോഴും വിചാരിക്കുന്നത് നിങ്ങൾ തിരിച്ച് ഒരുമിച്ച് വരും. ആ ഒരു ഹാപ്പിനെസ് വളരെയധികം ആഗ്രഹിക്കുകയും നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് വളരെയധികം ശുഭപ്രതീക്ഷയുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമയമുണ്ട്, സാധിക്കുമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നു. പക്ഷെ വളരെ മൂഡിയായിട്ടുള്ള ഒരു പേഴ്സണാണ്. ചിലപ്പോൾ അതൊരു നാർസിസിസ്റ്റ് ബിഹേവിയറുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നാർസിസിസ്റ്റ് ബിഹേവിയർ ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും അറിയാം, അത് വളരെ ടോക്സിക് ആയിട്ടൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. എല്ലാ കുറ്റവും നിങ്ങളുടേതായിരിക്കും. അവരെന്ത് ചെയ്താലും കുറ്റം നിങ്ങളുടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ ഒരിക്കലും നമ്മൾ തിരിച്ചു പോകരുത്. എത്രയൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ബിഹേവിയർ അവർ കാണിക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എഗെയിൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര കെമിസ്ട്രി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ വ്യക്തി അതായിരുന്നു ആ വ്യക്തിയുടെ വിശ്വാസം, നിങ്ങൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ വല്ലാതെ ഡിസ്ട്രോയ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പുറത്ത് ചിലപ്പോൾ ചിലർ കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ വളരെയധികം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ എത്രമാത്രം അവർക്ക് മുറിപ്പെട്ടിരിക്കുന്നു, എത്രമാത്രം വിഷമത്തിലാണ് എന്ന് മനസ്സിലാവുന്നത് എപ്പോഴും വളരെ അടുത്തുള്ള ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവൂ. പക്ഷെ നിങ്ങളുടെ വ്യക്തി വളരെയധികം സങ്കടത്തിലാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഹാർട്ട് മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ, എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യങ്ങൾ പറയാനുണ്ടോ എന്നും കൂടെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. Life is a series of constantly shifting cycles. When we resist change, we resist the natural flow of life and create unnecessary stress. Go with the flow, you will be surprised where it leads. അപ്പം നിങ്ങൾക്കുള്ള മെസ്സേജ്, അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളുടെ വ്യക്തി പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഫ്ലോയിലൂടെ വേണം ഇത് പോകാനായിട്ട്. പക്ഷേ നാച്ചുറൽ ഫ്ലോയിൽ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നുണ്ട്, നിങ്ങൾക്ക് നാച്ചുറലി ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്നുണ്ട് എങ്കിൽ, അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങൾ അതിലൊരിക്കലും സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ കുറേ മെസ്സേജ് അയക്കുന്നുണ്ടാവാം, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന മെസ്സേജ് അതായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന മെസ്സേജ് എപ്പോഴും കറക്റ്റായിരിക്കും. നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന മെസ്സേജ് കറക്റ്റായിരിക്കും. കാരണം നമ്മുടെ ഹൃദയം എപ്പോഴും പറയുന്നത് യഥാർത്ഥമായ സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയമായാലും നിങ്ങളുടെ ഹൃദയമായാലും നിങ്ങളോട് പറയുന്നത്, ഒരു സൈക്കിൾ മാറുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഹാപ്പി അല്ല എങ്കിൽ, അതിന് തക്കതായ കാരണങ്ങളുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് പിന്നെയും തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വ്യക്തി ഒരു പക്ഷേ ഒരുപാട് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു നാർസിസിസ്റ്റ് ബിഹേവിയർ അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഒരിക്കലും നമ്മൾ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് നിങ്ങളുടെ ഹാർട്ട് മെസ്സേജ്. ഗോ വിത്ത് ദ ഫ്ലോ. നമ്മൾക്കായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ എക്സ് പാർട്ട്ണറിൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിലും കൂടുതൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങളുടെ ആ വ്യക്തിയോട് എന്താണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ രണ്ട് പേരുടെയും കാര്യം നമ്മൾ നോക്കണം. നമ്മൾ ഹാപ്പി അല്ല എങ്കിൽ കണ്ടിന്യൂ ചെയ്യരുത്. ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു ഫ്ലോ വരുന്നത്, നാച്ചുറലായിട്ട് കാര്യം സംഭവിക്കുകയാണെങ്കിൽ യു ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇനി സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാരുടെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം.
സെക്കൻഡ് കാർഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വളരെയധികം ഇഷ്യൂസ് ഉണ്ടായിട്ട് ആ ഒരു സിറ്റുവേഷൻ റിലീസ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ് പാർട്ട്ണറിൻ്റെ കറൻറ്റ് ഇമോഷൻസ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു സ്ഥിതിയല്ല, മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കരിയറിൽ ഫോക്കസ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ യുവർ പേഴ്സൺ ഹാസ് ഓൾറെഡി ഗോൺ അഹെഡ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ കരിയർ അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ പഠിത്തത്തിലായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അങ്ങനെയായിരിക്കും, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനു വേണ്ടി ശ്രമിക്കുകയായിരിക്കും. ചില ആൾക്കാർ വേറെ വിവാഹത്തിന് വേണ്ടി പോലും നോക്കുന്നുണ്ട്. അപ്പോൾ അവർ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ട്ണർ. ഇനി എന്താണ് സോൾ മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സ്നേഹത്തിന് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സോൾ മെസ്സേജ്. അവർ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഓൾറെഡി ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇതിന് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമ്മളുടെ കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. യൂണിവേഴ്സ് പറയുന്നതും അതാണ്. യെസ്, വേറൊരു കാർഡ് നമുക്ക് കിട്ടിയിരുന്ന സ്പൈയിങ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദോ അവർ മറക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ അവർ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ റിലേഷനായോ, കാരണം ചില റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ആയത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലാണോ അതോ വേറൊരു റിലേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ആയോ, എന്താണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത്, നിങ്ങൾ അവർക്ക് എഗെയിൻസ്റ്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ്. ഇനി എന്താണ് ഹാർട്ട് മെസ്സേജ് എന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് സീക്രട്ട് മെസ്സേജ് കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ ഹാർട്ട് മെസ്സേജ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾ അറിയാതെ ഒരാൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്. അവരൊരിക്കലും നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ് പാർട്ട്ണറിനെ വിചാരിച്ചിരിക്കുമ്പോൾ ചില കേസിൽ നിങ്ങളുടെ എക്സ് പാർട്ട്ണർ തന്നെയായിരിക്കാം, നിങ്ങളുടെ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഇത് മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയതായിരിക്കാം. നിങ്ങൾ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളോട് വളരെയധികം അവർ അഡ്മിറേഷൻ ഉണ്ട് ഇപ്പോഴും. ചില ആൾക്കാർക്ക് അത് വേറെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പറയാത്തതായിരിക്കാം. പക്ഷേ ആരോ ഒരാൾ നിങ്ങളുടെ ഒരു സർക്കിളിലുണ്ട്, നിങ്ങളോട് ഒരുപാട് സ്നേഹമോ അഡ്മിറേഷനോ ഉള്ള ഒരാൾ നിങ്ങളോടുണ്ട്. അപ്പോൾ യു ഹാവ് ടു മൂവ് എഹെഡ് എന്നാണ് നമ്മുടെ സെക്കൻഡ് കാർഡ് റീഡിങ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് എത്രക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സെക്കൻഡ് കാർഡ് എടുത്ത് അവർക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഒരിക്കലും അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ മുന്നോട്ട് പോകാനാണ് നോക്കുന്നത്. ദോ ദേ ആർ സ്പൈയിങ് ഓൺ യു. നമുക്ക് ലാസ്റ്റ് പൈൽ കിട്ടിയിരിക്കുന്ന അവേക്കനിങ് കാർഡാണ്. തൽക്കാലം അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് പോസ് കൊടുത്തിരിക്കുകയാണ്. അവർ പുറത്തേക്ക് പോകണോ അതോ തിരിച്ചു വരണോ എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും, ഒരു തുലാസിൽ കിടന്ന് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ അവരുടെ സ്വന്തം ആക്ഷൻസ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലൈഫിലൂടെ അവർ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളെ പൂർണ്ണമായിട്ട് മറന്നിട്ടുമില്ല, അതേസമയം വെട്ടിക്കളയണമെന്ന തീരുമാനം ആയിട്ടുമില്ല. എന്താണ് സോൾ മെസ്സേജ് എന്ന് നോക്കാം. അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ചില ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ബേസിസിലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഈ ഒരു പിണക്കം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കൺഫർമേഷൻ ആയിട്ടില്ല, നടന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമായിട്ടില്ല. നിങ്ങളുടെ
ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ മറുപടിയിൽ അവർക്കിപ്പോഴും സംശയമുണ്ട്. അവരത് വിശ്വസിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതേസമയം നിങ്ങളോടുള്ള സ്നേഹം ഉണ്ട് താനും. അപ്പോൾ നിങ്ങളങ്ങനെ കള്ളം പറയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ നിന്ന് ഇല്ല, അതങ്ങനെ അങ്ങനെ സംഭവിക്കുക എന്നൊരു ചിന്തയും വരുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. നമ്മൾ കുറച്ചും കൂടി സമയം കൊടുക്കേണ്ടിയിരിക്കുന്നു. സോ ദാറ്റ് നിങ്ങൾ രണ്ടു പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സമയം വേണ്ടി വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്കിരിക്കാനാണ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ തൽക്കാലം ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ ഉടനെ അടുത്ത കാലത്ത് പിണങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു മെസ്സേജ്. നമ്മൾ വല്ലാതെ ബ്രോക്കൺ ആയിട്ടിരിക്കുമ്പോൾ, നമ്മൾ വളരെ സങ്കടത്തിലിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് മിണ്ടാൻ താല്പര്യമില്ല എങ്കിൽ കറൻ്റ്ലി നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക. നിങ്ങൾക്കും അവർക്കും രണ്ടു പേർക്കും മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. ഹാർട്ട് മെസ്സേജ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് ഉണ്ടാവും, നിങ്ങളുടെ വ്യക്തിയുടെ ആയിരിക്കാം. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ വിഷമിക്കാതെ ഇനി വരാൻ പോകുന്ന കാര്യത്തിലായിരിക്കും നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഇനിയും ഒരുപാട് പർപ്പസ് ഉണ്ട്. അപ്പോൾ ഈ ഒരാൾ വരുന്നതും കാത്തിരുന്ന് ബാക്കിയെല്ലാം നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത്. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടാണ് നിങ്ങളുടെ യൂണിവേഴ്സ് എങ്കിൽ അത് തിരിച്ചു വന്നിരിക്കും. നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ പ്യുവർ ആണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും. ഇനി അഥവാ അങ്ങനെയല്ല, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരോട് സോറി പറയുക. ഹൃദയത്തിൽ നിന്നായിരിക്കണം സോറി, സോ ദാറ്റ് വി ഡോണ്ട് റിപ്പീറ്റ് ദാറ്റ് മിസ്റ്റേക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യക്തിയോട് നമ്മൾക്ക് ആ ഒരു ഫോർഗിവ്നെസ് വേണം. നിങ്ങൾ സ്വന്തമായിട്ടും ആ ഒരു തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം. എന്നാൽ മാത്രമേ ആ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കണം. പറയാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളൊരു പക്ഷേ വളരെയധികം വിഷമമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ചെയ്ത് മെല്ലെ മെല്ലെ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് 3 ഡിഫറെൻറ്റ് റീഡിങ്സ് ആണ് നമ്മുടെ എക്സ് പാർട്ട്ണറിൻ്റെ കറൻറ്റ് ഇമോഷൻസ്, കറൻറ്റ് ഫീലിങ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ശുഭരാത്രി. എല്ലാവരും നന്നായി ഉറങ്ങി. നാളെ നല്ലൊരു ദിവസം എല്ലാവർക്കും സർവേഷൻ പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ ആശകളും ആഗ്രഹങ്ങളും എല്ലാം സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു സൂൺ.